ഇറ്റ് ട്രാൻസെൻഡ്സ് ആൾ ബൗണ്ടറീസ് മിസ്റ്റർ അക്ബർ. കോപം കൊണ്ട് ജ്വലിച്ച IG ദേവേന്ദ്ര ചൗഹാൻ നല്ല കറ തീർത്ത ആംഗലേയത്തിൽ അക്ബറിനെ വാക്കുകൾ കൊണ്ട് ആക്രമിക്കുകയാണ്. ക്യാൻ യു ടെൽ മീ വൈ? അക്ബർ സംസാരിക്കുവാൻ തുടങ്ങിയപ്പോൾ തൊട്ടപ്പുറത്തിരുന്ന കമ്മീഷണർ മോഹൻദാസ് അരുതെന്ന് കണ്ണുകൊണ്ട് വിലക്കി. ഇത് മൂന്നാമത്തെ സ്ത്രീയാണ് അക്ബർ നിങ്ങളുടെ പിടിപ്പുകേട് കൊണ്ട് കൊല്ലപ്പെടുന്നത്. മരിച്ചവർ 3 പേരും സമൂഹത്തിൻ്റെ ഉന്നത നിലയിൽ ജീവിച്ചവരാണ്. അറിയാമോ? ഉത്തരം പറയേണ്ടത് ഞാനാണ് ചോദ്യങ്ങൾക്ക്. യുവർ ഇഡിയോട്ടിക് ടീം, ഗ്രൂപ്പ് ഓഫ് ഇറസ്പോൺസിബിൾ ഫൂൾസ്. അയാൾ ശകാരവർഷം തുടർന്നു. തനിക്കൊന്നും മിണ്ടാനില്ലേടോ? മോഹൻ്റെ മുഖത്ത് നോക്കി ചൗഹാൻ ചോദിച്ചു. സാർ, അന്വേഷണം പുരോഗമിക്കുന്നുണ്ടെന്നാണ്. ആര് പറഞ്ഞു? ഇയാളോ? അക്ബറിനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ചൗഹാൻ ചോദിച്ചു. അതെ, ഞാൻ തന്നെ. അക്ബർ പറഞ്ഞു. യു? എല്ലാ ബഹുമാനത്തോടെയും കൂടി പറയുകയാണ് ഞാൻ. എനിക്കൊരു 4 ദിവസം സമയം കൂടി തരണം. അക്ബർ പറഞ്ഞു. 4 ദിവസം? നോ, സാധ്യമല്ല, ചൗഹാൻ പ്രതികരിച്ചു. 24 മണിക്കൂർ സമയം തരും. അതിനുള്ളിൽ താൻ പ്രതിയെ പിടിക്കണം. അല്ലെങ്കിൽ ആ തൊപ്പി ഊരി വെച്ചിട്ട് പോയിക്കോ. അതിനിത് എനിക്ക് സർക്കാർ സൗജന്യമായി തന്നതല്ലല്ലോ സാറേ, അക്ബർ പറഞ്ഞു. അക്ബറെ, മോഹൻ വിളിച്ചു. സാർ ചുമ്മാതിരി. ഈ കേസ് എങ്ങനെ തെളിയിക്കണമെന്ന് ഈ അക്ബറിന് നല്ലതുപോലെ അറിയാം. എന്നെ ഇവിടുത്തെ ജനങ്ങൾക്കും അറിയാം. സാറ് വരത്തനായതുകൊണ്ട് അറിയാത്തതാ. ഇത് കേരളമാണ്. ഗോസായിമാരുടെ മുന്നിൽ ഓച്ചാനിച്ച് നിൽക്കുന്ന സാമന്തന്മാരെ മാത്രം കണ്ട് പരിചയിച്ച സാറിന് അത് മനസ്സിലാവില്ല. ഇനി ഇത്രയും പറഞ്ഞതിൻ്റെ പേരിൽ എന്നെ പണിഷ്മെൻ്റ് ചെയ്തു കളയാമെന്ന തോന്നലുണ്ടെങ്കിലും സാറങ്ങ് മാറ്റിവെച്ചേക്ക്. ഈ കേസിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമാകും വരെ എൻ്റെ തീരുമാനങ്ങളെ നടക്കൂ. നിങ്ങളെപ്പറ്റി ഒരുപാട് കേട്ടിട്ടുണ്ട്. ആന്ധ്രാപ്രദേശിലും പിന്നെ ഇൻഡോറിലുമൊക്കെ അവിടുത്തെ രാഷ്ട്രീയക്കാരുടെ കൗബീനം വരെ അലക്കിക്കൊടുത്ത് ഒപ്പിച്ച നക്ഷത്രങ്ങളും അധികാര ചിഹ്നവും കൊണ്ട് കേസ് അന്വേഷണം നടത്താൻ സാർ അക്ബറിനെ പഠിപ്പിക്കാൻ വരണ്ട. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ സ്റ്റോറി വിത്ത് മൺകുട്ടി. ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുന്നിലെത്തിയിരിക്കുന്നത് നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്തുകൊണ്ടിരുന്ന സൈക്കോ ത്രില്ലർ സ്റ്റോറിയായ ഡാർക്കസ്റ്റ് ഹവറിൻ്റെ അടുത്ത എപ്പിസോഡുമായിട്ടാണ്. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് കയറി നോക്കുക. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ വീഡിയോസ് ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വിട്ടുപോകരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റുകളായി രേഖപ്പെടുത്തുക. എന്നാൽ നമുക്ക് കഥയുടെ ബാക്കിയിലേക്ക് കടക്കാം. നിനക്കറിയില്ല അക്ബർ ഞാൻ ആരാണെന്ന്. ഐ വിൽ ഷോ യു വാട്ട് ഐ ആം. എല്ലാവരും ദേഷ്യം വരുമ്പോൾ സ്ഥിരമായി ഉപയോഗിച്ച് തഴമ്പിച്ച വാക്കാണ് സാർ ഇതൊക്കെ. ഞാൻ ആരാണെന്ന് സാറിനും അറിയില്ല. തൽക്കാലം അത് കാണിച്ച് പഠിപ്പിക്കുവാൻ എനിക്ക് സമയവുമില്ല. 4 ദിവസം. 4 ദിവസം. ഈ സംസ്ഥാനം ഭരിക്കുന്ന മുഖ്യമന്ത്രിക്ക് ഞാൻ കൊടുത്ത ഒരു വാക്കുണ്ട്. അത് ഈ അക്ബർ നിറവേറ്റും. സി യു സാർ. അക്ബർ അവിടെ നിന്നും ഇറങ്ങിപ്പോയി. ഇതെല്ലാം കണ്ടുകൊണ്ടിരുന്ന മോഹൻ മെല്ലെ എഴുന്നേറ്റു. IG ചൗഹാൻ സ്തബ്ധനായി ഇരിക്കുകയാണ്. സാർ, ഞാൻ. മോഹൻ IGയുടെ മുഖത്തേക്ക് നോക്കി. അയാൾ തിരികെ മോഹനെയും നോക്കി. ദഹിപ്പിച്ച് കളയുന്ന നോട്ടം. കമ്മീഷണർ മോഹൻദാസിന്റെ ഓഫീസ് റൂം. ദീപകും അക്ബറും തങ്കച്ചനും അറുമുഖവും മോഹന് അഭിമുഖമായി ഇരിക്കുകയാണ്. മോഹൻ പ്രതീക്ഷയോടെ അക്ബറിന്റെ മുഖത്തേക്ക് നോക്കി. അക്ബർ പറഞ്ഞു. സാർ, വളരെ വൈറ്റലായ ഒരു എവിഡൻസാണ് ഇത്തവണ നമ്മൾക്ക് ലഭിച്ചിരിക്കുന്നത്. ദൗർഭാഗ്യവശാൽ അതിന് 3 ജീവനുകൾ പൊലിയും വരെ കാത്തിരിക്കേണ്ടി വന്നു. പക്ഷേ ഇത് വളരെ പ്രാധാന്യമുള്ള ഒരു തെളിവാണ്. ദീപക്, പ്രൊസീഡ്. എന്താണ് ദീപക് പറയുവാൻ പോകുന്നതെന്ന് ആകാംക്ഷയോടെയാണ് മറ്റുള്ളവർ കാത്തിരുന്നത്. ദീപക് ശ്രേയയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് തുറന്നു. മറ്റു 2 മർഡറുകളെയും അനുസ്മരിപ്പിക്കുന്ന തരത്തിലുള്ള ഒരേ മോഡ് ഓഫ് ഓപ്പറേഷൻ തന്നെയാണ് ഈ കേസിലും അനുവർത്തിച്ചിരിക്കുന്നത്. വലിയൊരു സ്പാനറോ പൈപ്പ് റേഞ്ചോ പോലുള്ള ഉപകരണം കൊണ്ടുള്ള ശക്തമായ പ്രഹരം. അതും തലയുടെ ഇടതുഭാഗത്ത് ടെമ്പിൾ റീജിയനിലാണ് ആ പ്രഹരം ഏറ്റിരിക്കുന്നത്. മുറിവേറ്റതിനു ശേഷം ഏതാണ്ട് 2.5 മണിക്കൂറുകൾക്ക് ശേഷമാണ് മരണം സംഭവിച്ചത്. അതായത് അവരുടെ വീട്ടിൽ നിന്നും സഹായത്തിന് നിൽക്കുന്ന സ്ത്രീ പള്ളിയിലേക്ക് പോയി ഏതാനും മിനിറ്റുകൾക്കകം അയാൾ ഓപ്പറേഷൻ നടത്തി കഴിഞ്ഞിരുന്നു. ഉറക്കത്തിലായിരുന്നതുകൊണ്ട് പ്രത്യേകിച്ചൊരു ചെറുത്തുനിൽപ്പോ പ്രതികരണമോ ശ്രേയയിൽ നിന്നും ഉണ്ടായിട്ടുണ്ടാവുകയുമില്ല.
പക്ഷേ അടികൊണ്ട ശേഷം ഏതാനും നിമിഷങ്ങൾ അവരിൽ നിന്നുമുണ്ടായ ഒരു പ്രതിരോധം. അവിടെയാണ് നമ്മൾക്ക് വയറ്റിലായ ആ തെളിവ് കിട്ടിയതും. ശ്രേയയുടെ പോസ്റ്റ്മോർട്ടത്തിനിടയിൽ വലതു കൈയിലെ മോതിരവിരലിന്റെ നഖത്തിലെ ഡിസ്റ്റൽ ഫ്രീ എഡ്ജിൽ നിന്ന് ലഭിച്ച എപ്പിഡെർമിസിന്റെയും ഡെർമിസിന്റെയും നേരിയ ഒരു ഭാഗം. നമ്മൾക്ക് ലഭിച്ച ആ ടിഷ്യൂസിൽ നിന്നും തീർച്ചയായും കൊലപാതകയുടെ DNA ലഭിക്കും എന്നു തന്നെയാണ് എൻ്റെ പരിപൂർണമായ വിശ്വാസം. മോഹൻ ആവേശഭരിതനായി. അപ്പോൾ നമ്മൾക്ക് DNA സാമ്പിൾ ലഭിക്കും അല്ലേ? സർ, ഷുവർ, ദീപക് പറഞ്ഞു. ആ സാമ്പിളിന്റെ റിപ്പോർട്ട് ഇന്ന് 4 മണിക്ക് ലഭിക്കും. പിന്നെ ഈ മരിച്ച 3 പേരും ഉൾപ്പെട്ട റെയർ ബ്ലഡ് ഗ്രൂപ്പ് ഉള്ളവർക്കുള്ള അലർട്ട് ഇതിനോടകം കേരളത്തിലെ എല്ലാ സ്റ്റേഷനുകളിലേക്കും പാസ് ചെയ്തിട്ടുണ്ട്. അവരുടെ സ്റ്റേഷൻ അതിർത്തികളിലേക്ക് മുന്നറിയിപ്പ് പോകും. അങ്ങനെയുള്ളവർക്ക് ഒരു സ്പെഷ്യൽ പ്രൊട്ടക്ഷൻ നൽകുവാൻ മിനിസ്റ്റർ ഉത്തരവിറക്കിയിട്ടുമുണ്ട്. മോഹൻ അവരോട് പറഞ്ഞു. ഇനിയൊരു കൊലപാതകം അതുണ്ടാവില്ലെന്ന് ഞാൻ ഉറപ്പു തരുന്നു സാർ, അക്ബർ പറഞ്ഞു. എനിക്കും തങ്കച്ചനും അല്പം ജോലിയുണ്ട്. അത്രമാത്രം പറഞ്ഞ് അക്ബർ തങ്കച്ചനെയും കൂട്ടി കമ്മീഷണറുടെ മുറിയിൽ നിന്നും പുറത്തേക്ക് പോയി. കോഫി കപ്പിൽ നിന്നും മുഖമെടുത്ത് നിസാർ ചോദിച്ചു. ലയ, നീ എന്താണ് ആലോചിക്കുന്നത്? ഒന്നുമില്ല നിസാർ, എൻ്റെ ലൈഫ് മറ്റാരൊക്കെയോ ചേർന്ന് മാനിപ്പുലേറ്റ് ചെയ്യുന്നത് പോലെ ഒരു തോന്നൽ. ലയ തൻ്റെ സഹപ്രവർത്തകനായ നിസാറുമായി ക്യാൻറ്റീനിലിരുന്ന് സംസാരിക്കുകയായിരുന്നു. അതെന്താടോ അങ്ങനെ ഒരു തോന്നൽ? അത് പറയാൻ എനിക്ക്. ലയയുടെ മുഖത്ത് വല്ലാത്തൊരു ഭീതിയുടെ നിഴലാട്ടം നിസാർ കണ്ടു. ഏയ്, എന്താണടോ? അത് പറയുവാൻ എനിക്ക് അനുവാദമില്ല നിസാർ. ഒരു പക്ഷേ ഞാൻ അടുത്ത സമയത്ത് കൊല്ലപ്പെട്ടേക്കാം. ഇത്തവണ നിസാർ ഒന്ന് ഞെട്ടി. അയാളുടെ നെറ്റിയിൽ വിയർപ്പ് തുള്ളികൾ പൊടിഞ്ഞു തുടങ്ങി. ലയ, താൻ തമാശ പറയുകയല്ല എന്ന് ഈ മുഖഭാവം കണ്ടാൽ എനിക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. പക്ഷേ തനിക്കറിയാമോ നിസാർ, ഇപ്പോൾ കേരളത്തിൽ സംസാര വിഷയമായ സോഡിയാക് കില്ലർ, അയാൾ എന്നെ കണക്ട് ചെയ്യുന്നുണ്ട്. അയാളുടെ കൊലപാതകങ്ങളെ മാർക്കറ്റ് ചെയ്യാൻ വേണ്ടി. പക്ഷേ എന്നെ എന്തിനാണ് തിരഞ്ഞെടുത്തതെന്ന് എത്ര ആലോചിച്ചിട്ടും എനിക്ക് മനസ്സിലാകുന്നില്ല. കഴിഞ്ഞ 3 കൊലപാതകങ്ങളുടെയും ദൃശ്യങ്ങൾ ദാ ഈ മൊബൈലിലാണ് അയച്ചു തന്നത്. അർഹിക്കുന്ന പ്രാധാന്യത്തോടെ നമ്മുടെ ന്യൂസ് ചാനലിൽ എക്സ്ക്ലൂസീവായി പ്രദർശിപ്പിച്ച ആ ദൃശ്യങ്ങളെല്ലാം അയാൾ നേരിട്ട് അയച്ചു തന്നതാണ് എനിക്ക്. അറിയാമോ? ഓ റിയലി? നിസാർ അത്ഭുത സ്തബ്ധനായി. യെസ് നിസാർ, ബട്ട് ഇത്രമാത്രം പ്രാധാന്യമുള്ള ഒരു തെളിവ്, ഐ മീൻ കൊലപാതകത്തെ സംബന്ധിച്ച്, അതും ഒരു മീഡിയയിൽ പ്രദർശിപ്പിക്കുമ്പോൾ അതെന്തുകൊണ്ടാണ് ആരും നോട്ടീസ് ചെയ്യാത്തത്? ഇവിടേക്കൊരു അന്വേഷണം നീളാത്തത്? നിസാർ അത് പറഞ്ഞു തീർന്നതും ഒരു ഓഫീസ് സ്റ്റാഫ് ക്യാൻറ്റീനിലേക്ക് ഓടിക്കിതച്ചെത്തി. ലയ മേഡത്തിന് GM വിളിക്കുന്നു. കോഫി കപ്പ് ടേബിളിലേക്ക് വെച്ച് ലയ എഴുന്നേറ്റു. ഇതിന് എന്ത് പുതിയ കുരിശാണോ? അവൾ മനസ്സിൽ പറഞ്ഞുകൊണ്ട് ജനറൽ മാനേജറുടെ ക്യാബിനിലേക്ക് നടന്നു. അന്നത്തെ പകലിന് വല്ലാത്തൊരു ഭാവമായിരുന്നു. അങ്ങകലെ ഒരിടത്ത് ചിലർ ചില കണക്ക് കൂട്ടലിലായിരുന്നു. പ്രാപിടിയന് ശരിക്കും വിറളി പിടിച്ചിട്ടുണ്ട് പ്രിൻസ്, വെങ്കടേഷ് തൻ്റെ സിഗരറ്റിന് തീ പകർന്നുകൊണ്ട് പറഞ്ഞു. ആ ചെറുപ്പക്കാരൻ്റെ മറുപടി ഒരു മൂളലിലൊതുങ്ങി. അയാളുടെ മുഖത്ത് നിസ്സംഗത നേളിച്ചു നിന്നു. വിരലുകൾ കൊണ്ട് ലാപ്ടോപ്പിന്റെ കീബോർഡിൽ മെല്ലെ താളം പിടിച്ചുകൊണ്ട് അവൻ വെങ്കടേഷിന്റെ മുഖത്തേക്ക് നോക്കി. നെക്സ്റ്റ്, വെങ്കടേഷ് ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ഉത്തരവ് വന്നിട്ടില്ല, ഒന്ന് വെയിറ്റ് ചെയ്യൂ പ്രിൻസ്. നിന്റെ അടുത്ത പ്രാതലിനുള്ള തീനുമായി സന്ദേശം ഇപ്പോൾ വരും. ചെറുപ്പക്കാരൻ ഉത്തരമൊന്നും പറഞ്ഞില്ല. പ്രിൻസ്, വെങ്കടേഷ് വിളിച്ചു. അവൻ ചോദ്യഭാവത്തിൽ വെങ്കടേഷിനെ നോക്കി. ഇനിയാണ് കരുതിയിരിക്കേണ്ടത്. അവനെ നിനക്കറിയില്ല. തലമുടി നാര് 7ആയി കീറി മുറിക്കുന്നവനാണവൻ, അക്ബർ. ചെറുപ്പക്കാരൻ കൈത്തണ്ടയിലെ മുറിപ്പാടിൽ മെല്ലെ വിരലോടിച്ചു. വെങ്കടേഷ് അപ്പോഴാണ് അത് ശ്രദ്ധിച്ചത്. ഏയ്, ഇതെന്താണ്? അറിയില്ല, ഇന്നലെ പറ്റിയതാണ് ഈ മുറിവ്. വെങ്കടേഷ് മുറിപ്പാടിൽ പരിശോധിച്ചു കൊണ്ട് പറഞ്ഞു. ഇത് നഖം കൊണ്ട് മുറിഞ്ഞതുപോലെയുണ്ടല്ലോ. ചെറുപ്പക്കാരൻ വെങ്കടേഷിനെ നോക്കി. വെങ്കടേഷിന്റെ കണ്ണുകളിൽ ആദ്യമായി ഭയം നേളിച്ചു. വേട്ടക്കാരന് നമ്മളായിട്ടൊരു തെളിവ് കൊടുത്തല്ലോ പ്രിൻസ്. അവൻ പുരികം ചുളിച്ചു. ഹൗ? എടോ, തൻ്റെ ദേഹത്ത് നഖം കൊണ്ട് മുറിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ മുറിവിൽ നിന്നും നിന്നെ പൂട്ടാനുള്ള തെളിവ് അവന് കിട്ടിയിട്ടുണ്ടാവും, ഉറപ്പ്. വെങ്കടേഷ് അല്പം രോക്ഷത്തോടെ പറഞ്ഞു. പ്രിൻസിന്റെ ചുമലിൽ കൈവച്ചുകൊണ്ട് വെങ്കടേഷ് പറഞ്ഞു.
ഇതൊരു മരണക്കളിയാണ്. അറിയാമല്ലോ അവനെ, അക്ബറിനെ. സർ, മേ ഐ? ലയ GMന്റെ മുറിയുടെ മുന്നിലെത്തി. വെൽക്കം ലയ. അകത്തുനിന്നും അനുമതി ലഭിച്ചതോടെ ആ മുറിയിലേക്ക് കടന്ന ലയ അക്ഷരാർത്ഥത്തിൽ ഞെട്ടി. അകത്ത് അവളെ കാത്തിരുന്നത് 2 കാക്കി വേഷധാരികളായിരുന്നു. വരൂ. ലയ അകത്തേക്ക് കടന്നു ചെന്നു. സർ, എന്നെ എന്തിനാണ് വിളിപ്പിച്ചത്? ലയ ചോദിച്ചു. പറയാം ലയ. ദാ ഇവർക്ക് തന്നോട് എന്തൊക്കെയോ ചോദിക്കാനുണ്ട്. എന്താണ് സാർ? പറയാം. ലയ ഇരിക്കൂ. ചോദിക്കൂ സാർ. മൈ നെയിം ഈസ് അക്ബർ ആൻഡ് വി ആർ ഫ്രം സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം. യെസ് സാർ, അറിയാം. ഓക്കെ, അപ്പോൾ മുഖവുരയില്ലാതെ കാര്യങ്ങൾ സംസാരിച്ചു തുടങ്ങാം അല്ലേ? നിങ്ങൾക്ക് മാത്രം ലഭിക്കുന്ന സോഡിയാക് കില്ലർ കൊലപാതക വാർത്തകളുടെ സോഴ്സ് എന്താണ്? സാർ. ലേ, എൻ്റെ ചോദ്യം കേട്ടില്ലേ? ചോദ്യം ഞാൻ ഒന്നുകൂടി ആവർത്തിക്കണോ? കേരളത്തിലെ ഒരു വാർത്താ ചാനലും ലഭിക്കാത്ത ദൃശ്യങ്ങളും വാർത്തകളുമാണ് ഈ ചാനലിൽ കൂടി പ്രദർശിപ്പിച്ചത്. അതിൻ്റെ ഉറവിടം എവിടെ നിന്നാണ് എന്നാണ് എൻ്റെ ചോദ്യം. സാർ, അത് വാർത്തകളുടെ ഉറവിടം അത് പുറത്തുവിടുന്നത് ഞങ്ങളുടെ എത്തിക്സിന്. അക്ബർ സൗമ്യനായി മറുപടി പറഞ്ഞു. ലയ, എൻ്റെ ചോദ്യം ജെനുവിനാണ്. അതിൻ്റെ കാരണവും നിങ്ങൾക്ക് നന്നായി അറിയാം. ഇനിയൊരു മരണം, അത് തടയുവാൻ ഞങ്ങളെ സഹായിക്കുവാൻ നിങ്ങൾക്ക് മാത്രമേ കഴിയൂ. നിങ്ങൾ ഭയപ്പെടുന്നത് പോലെയൊന്നും സംഭവിക്കില്ല. ഉറപ്പ് തരുന്നു. പറയ്, ആരാണ് ആ വാർത്തകൾ ചാനലിലെത്തിക്കുന്നത്? ലയ പറയൂ. സാർ, എനിക്കല്പം വെള്ളം വേണം. ലയ പറഞ്ഞു. കുടിക്ക്. GM തൻ്റെ മേശപ്പുറത്ത് വെച്ചിരുന്ന വെള്ളം ബോട്ടിലെടുത്ത് ലയയുടെ നേർക്ക് നീട്ടിക്കൊണ്ട് പറഞ്ഞു. അവളത് വാങ്ങി ഇടതടവില്ലാതെ കുടിച്ചിറക്കി. അക്ബർ അല്പനേരം കഴിഞ്ഞ് ചോദിച്ചു. ലയ, ഇനി പറയ്, എന്താണ് ആ സോഴ്സ്? ആരാണ് ഇൻഫോർമർ? പറയാം സാർ, ഞാൻ പറയാം. ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് എൻ്റെ ഫോണിലൊരു മെസ്സേജ് വന്നു. അപ്പോഴേക്കും ദീപക് 3ാമത്തെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും തയ്യാറാക്കി കഴിഞ്ഞിരുന്നു. പൊസിഷൻ ഓഫ് ബോഡി. ദ ബോഡി വാസ് ലൈങ് നേക്കഡ് ഇൻ ദ മിഡിൽ ഓഫ് ദ ബെഡ്. ദ ഷോൾഡേഴ്സ് ഫ്ലാറ്റ്, ബട്ട് ദ ആക്സിസ് ഓഫ് ദ ബോഡി ഇൻക്ലൈൻഡ് ടു ദ ലെഫ്റ്റ് സൈഡ് ഓഫ് ദ ബെഡ്. ദ ഹെഡ് വാസ് ടേൺഡ് ഓൺ ദ ലെഫ്റ്റ് cheek. The left arm was close to the body with the forearm flexed at a right angle and lying across the abdomen. The right arm was slightly abducted from the body and rested on the mattress, the elbow bent and the forearm supine with the fingers clenched. The legs were wide apart, the left thigh and right angles to the trunk and the right forming an obtuse angle with the pubes. Postmortem examination. The face was gashed in all directions, the nose, cheeks, eyebrows and ears being partly removed. The lips were blanched and cut by several incisions running obliquely down to the chin. There were also numerous cuts extending irregularly across all the features. The neck was cut through the skin, and the other tissues right down to the vertebrae and 5th and 6th being deeply notched. The skin cuts in the front of the neck showed distinct ecchymosis. The air passes was cut at the lower part of the larynx through the cricoid cartilage. ടൈപ്പ് ചെയ്ത് തീർത്ത തൻ്റെ വിശദമായ റിപ്പോർട്ട് ദീപക് മോഹനും അക്ബറിനും ഇമെയിൽ ചെയ്തു. ലാപ്ടോപ്പ് അടച്ചു വെച്ച് തൻ്റെ കണ്ണടയൂരി അതിൻ്റെ മുകളിലേക്ക് വെച്ച് അല്പസമയം കണ്ണുകൾ അടച്ചിരുന്നു. മൊബൈൽ റിംഗ് ചെയ്യുന്നത് പോലെ തോന്നി. ദീപക് തൻ്റെ ഫോൺ എടുത്തു. ഇൻ്റർനെറ്റ് കോൾ. ഹലോ. ഹലോ ഡോക്ടർ ദീപക്. യെസ്. എന്നെ മനസ്സിലായോ? ഇല്ല, ആരാണ്? ഒന്ന് ആലോചിച്ചു നോക്കൂ. ഈ ശബ്ദം ഇതിനു മുൻപ് കേട്ടിട്ടില്ലേ? ഇല്ല. നമ്മൾ തമ്മിൽ കണ്ടിട്ടുണ്ട്, കുറച്ച് വർഷങ്ങൾക്ക് മുൻപ്. ഊട്ടിയുടെ തണുപ്പിൽ. മറന്നോ? ഊട്ടി? നിങ്ങൾ ആരാണ്? അത് പറയൂ. മറുപടിയായി ഒരു ചിരിയായിരുന്നു. ഫോൺ കോൾ ഡിസ്കണക്റ്റ് ആവുകയും ചെയ്തു. ദീപകിൻ്റെ വിരലുകൾ ദ്രുതഗതിയിൽ കോണ്ടാക്ട് ലിസ്റ്റിലൂടെ നീങ്ങി. അക്ബർ. അയാൾ അക്ബറിനെ വിളിച്ചു. ബെല്ലടിക്കുന്നുണ്ട്. അക്ബർ, ക്യുക്ക്. ദീപക് പറഞ്ഞുകൊണ്ടിരുന്നു. മറുതലയ്ക്കൽ അക്ബറിൻ്റെ മറുപടിക്കായി അയാൾ കാത്തു. ഹലോ ദീപു. അക്ബർ അവസാനം ഫോൺ എടുത്തു. ആ, ഹലോ അക്ബർ. ഒരു പ്രശ്നമുണ്ട്. എന്തുപറ്റി രാജാവേ? എനിക്കിപ്പോൾ ഒരു ഇൻ്റർനെറ്റ് കോൾ വന്നിരുന്നു. അത്ര പരിചിതമല്ലാത്ത ശബ്ദം. പക്ഷേ എന്നോട് അയാൾ ചോദിച്ചത് എന്നെ മനസ്സിലായോ എന്നാണ്. ഓഹോ. ആ അക്ബർ, അയാൾ മറ്റൊന്നുകൂടി പറഞ്ഞു. എന്താണത്? അത് ഒന്ന് ആലോചിച്ച് നോക്കൂ. ഈ ശബ്ദം വർഷങ്ങൾക്ക് മുൻപ് ഊട്ടിയുടെ തണുപ്പിൽ എന്നാണ്. പിന്നെ അയാൾ ആ കോൾ ഡിസ്കണക്റ്റ് ചെയ്തു.
ഓഹോ ശരി ദീപു, ഞാൻ വിളിക്കാം. നമ്മൾക്കൊരു വൈറ്റൽ ഇൻഫർമേഷൻ ഉണ്ട്. ഒരാളെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഞാൻ. നമ്മൾക്ക് നേരിൽ കണ്ട് സംസാരിക്കാം. ഓക്കെ ഓക്കെ. അക്ബർ ഫോൺ വെച്ചു. ദീപക് മൊബൈൽ ഫോൺ ഇരുകൈകളും കൊണ്ട് പിടിച്ച് ചുണ്ടത്ത് മെല്ലെ സ്പർശിച്ചു കൊണ്ടേയിരുന്നു. അയാളുടെ ചിന്തകൾ കത്തിപ്പടർന്നു കയറിയത് ആ ഫോൺ കോളിലൂടെ കേട്ട ശബ്ദത്തിൻ്റെ ഉടമയെ പറ്റിയായിരുന്നു. എന്നാലും അതാരായിരിക്കും? ലയയോട് അക്ബർ പറഞ്ഞു. പറയില്ലയാ, ഞങ്ങൾക്ക് പോയിട്ട് അല്പം തിരക്കുണ്ട്. ഇതിപ്പോൾ നിങ്ങളുടെ സ്ഥലത്താണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. ഞങ്ങൾക്ക് മറ്റൊരു രീതി കൂടിയുണ്ട്. അത് നിങ്ങളെ ഞങ്ങൾ ഇരിക്കുന്നിടത്തേക്ക് വിളിച്ചു വരുത്തിയായിരിക്കും. ഇനിയിപ്പോൾ ഈ രീതി പറ്റുന്നില്ല എങ്കിൽ ആ രീതി ഒന്ന് പരീക്ഷിച്ചു കളയാം. എന്താ? അതോ ഇനി വനിതാ പോലീസിൻ്റെ സാന്നിധ്യം വേണോ? പറയൂ വേഗം. അതല്ല സാർ, ലയ പറഞ്ഞു തുടങ്ങി. അവളുടെ കണ്ണുകളിൽ അക്ബർ ഭീതിയുടെ നിഴലാട്ടം കണ്ടു. കൈവിരലുകൾ അകാരണമായി വിറയ്ക്കുന്നുണ്ടായിരുന്നു. ലയ പ്ലീസ്. അക്ബറിൻ്റെ ക്ഷമ കെട്ടു. ഇതെല്ലാം കണ്ടുകൊണ്ട് നിന്നിരുന്ന തങ്കച്ചൻ അക്ഷമനായി പല്ല് കടിക്കുന്നുണ്ടായിരുന്നു. സാർ, രണ്ടാമത് നടന്ന കൊലപാതകം, ലിഫ്റ്റിനുള്ളിലെ കൊലപാതകം, അതിനുശേഷമാണ് അയാൾ എന്നോട് ആദ്യമായി ആശയവിനിമയം നടത്തുന്നത്. തനിക്ക് ആദ്യമായി വന്ന വാട്സപ്പ് സന്ദേശം മുതൽ കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ സംഭവങ്ങൾ വരെ വള്ളിപുള്ളി വിടാതെ ലയ അക്ബറിൻ്റെ മുൻപിൽ അവതരിപ്പിച്ചു. അവസാനം അവളുടെ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പി. മനഃപൂർവ്വം മറച്ചു വെച്ചതല്ല സാർ ഒന്നും. എൻ്റെ കുഞ്ഞിനടക്കം വകവരുത്തുമെന്ന് അയാൾ പറഞ്ഞപ്പോൾ ചെയ്തു പോയി സാർ. ആ വാർത്തകൾ ഞാൻ തന്നെയാണ് നിർബന്ധിച്ച് ഓൺ എയർ ചെയ്തത്. അവൾ കൈകൾ കൂപ്പിക്കൊണ്ട് അക്ബറിനോട് കേണു. നോക്കൂ ലയ, എനിക്ക് നിങ്ങളെ ടോർച്ചർ ചെയ്യണമെന്ന് യാതൊരു വിധത്തിലും ആഗ്രഹമില്ല. പക്ഷേ ഇതിനകം കേരളത്തിലും തമിഴ്നാട്ടിലുമായി 6 കൊലപാതകങ്ങൾ ചെയ്തു കഴിഞ്ഞ ഒരു സൈക്കോ ക്രിമിനലാണ് നിങ്ങളുടെ സഹായത്തോടെ അയാൾ ആഗ്രഹിച്ചതുപോലെ സമൂഹത്തിൻ്റെ കണ്ണിലൊരു ഭയാനകമായ പരിവേഷം നേടിയെടുത്തത് എന്ന സത്യം നിങ്ങൾ അംഗീകരിച്ചേ പറ്റൂ. നിങ്ങൾക്കും കുട്ടിക്കും ഞങ്ങൾ സംരക്ഷണം തരും. നിങ്ങളുടെ ജീവന് യാതൊരുവിധ അപകടവും ഉണ്ടാകില്ല, അതെൻ്റെ ഉറപ്പാണ്. അക്ബർ എഴുന്നേറ്റു. തങ്കച്ച പോവാം. അവർ ലയയെ കടന്നുപോയി. അവൾ മുഖം കുമ്പിട്ടിരുന്ന് കരയുകയായിരുന്നു. ആ കൈകൾ അപ്പോഴും കൂപ്പി പിടിച്ചിരുന്നു. അക്ബറും തങ്കച്ചനും നടന്നു പോയ ശേഷം ആ മുറിയിലേക്ക് നിസാർ കടന്നു വന്നു. എന്താടോ, എന്താ പോലീസൊക്കെ? ലയ കണ്ണീർ തുടച്ചു. എന്നിട്ട് പറഞ്ഞു. പറയാം. അന്നത്തെ രാത്രി ആഭ്യന്തരമന്ത്രി ദേവരാജൻ്റെ വീട്. ദേവരാജനും ചാനൽ മാനേജിംഗ് ഡയറക്ടർ ബാലചന്ദ്രനും പിന്നെ ദേവരാജൻ്റെ വലങ്കൈ വർക്കിച്ചനും കൂലങ്കക്ഷമായ ചർച്ചയിലായിരുന്നു. കഴിഞ്ഞ ഒരാഴ്ചയായി നമ്മുടെ ചാനൽ കയറി കയറ്റം. എൻ്റെ പൊന്നു സഖാവേ, ഇതാദ്യമായിട്ടാണ് ഇത്രയും റേറ്റിംഗ്. മറ്റേ ചാനലിൻ്റെ മല ചവിട്ടാൻ പെണ്ണുങ്ങൾ വന്നപ്പോഴുള്ള റെക്കോർഡ് ചീട്ടുകൊട്ടാരം പോലെ തരിപ്പണമാക്കിയിരിക്കുന്നത്. കോട്ടാത്തല സതീശനൊക്കെ വായിൽ 3ാമത്തെ വിരലും തിരുകിക്കൊണ്ട് ഇങ്ങനെ ഒരൊറ്റ ഇരിപ്പ. ആഭ്യന്തരമന്ത്രി ദേവരാജനെ ആ ഇരിപ്പ് അനുകരിച്ച് കാണിച്ചുകൊണ്ട് വർക്കിച്ചൻ പറഞ്ഞു. അടങ്ങ് വർക്കിച്ചോ. ഈ കേരളത്തിലെ ജനങ്ങൾ ഇനിയാണ് ദേവരാജൻ ആരാ എന്ന് കാണാൻ പോകുന്നത്. കഴിഞ്ഞ തവണ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയായിരുന്ന എന്നെക്കൊണ്ട് ആ സ്ഥാനം രാജിവെപ്പിച്ചവനാ അവൻ, സതീശൻ കോട്ടാത്തല. അവൻ്റെ ഉണക്ക ചാനലിൽ കൂടി എൻ്റെ ഒരു വോയിസ് ക്ലിപ്പ് എക്സ്ക്ലൂസീവ് ഉലത്തിയിട്ട എന്നെക്കൊണ്ട് അവനെയൊക്കെ രാജിവെപ്പിച്ചത് മറക്കില്ല ഞാൻ. തല്ലുകൊണ്ടും അത് തിരിച്ചു കൊടുത്തും പിന്നെ കൊടുപ്പിച്ചും ഒതുക്കേണ്ടവരെയൊക്കെ ഒതുക്കിയും സകല തോട്ടിത്തരവും കാണിച്ചിട്ട് തന്നെയാ ഈ ദേവരാജൻ ഇന്ന് ഈ കാണുന്ന മേൽവിലാസം നേടിയെടുത്തത്. ഞാനേ ഈ ആഭ്യന്തര വകുപ്പ് ചോദിച്ച് മേടിച്ചത് ഇഞ്ചി കച്ചവടം നടത്താനല്ല. കണ്ടോ ഇനി എല്ലാവരും കളി ഈ ദേവരാജൻ നേരിട്ട് കളിക്കും. മുഖ്യമന്ത്രി അടക്കം എല്ലാവരും ഗ്യാലറിയിലിരുന്ന് കണ്ടാൽ മതി ഈ കളി. അല്ല സഖാവേ, ഇനി നിങ്ങളുടെ ആളാണോ ഈ സോഡിയ കില്ലർ? ബാലചന്ദ്രൻ അത് ചോദിച്ചതും മുഖമടച്ചൊരാട്ടായിരുന്നു ദേവരാജൻ്റെ മറുപടി. അല്ല സഖാവേ, ഞാൻ വെറുതെ. ചാനൽ നടത്താൻ പറഞ്ഞാൽ അത് ചെയ്താൽ മതി കേട്ടോ. ബാലചന്ദ്രൻ്റെ നേർക്ക് വിരൽ ചൂണ്ടിക്കൊണ്ട് ദേവരാജൻ അലറി. പൊടുന്നനെ ഉണ്ടായ അയാളുടെ ആ ഭാവമാറ്റം കണ്ട് വർക്കിച്ചനും ഭയന്നുപോയി. ദേവരാജൻ്റെ കണ്ണുകൾ ചുവന്നു. നിലത്തേക്ക് നോക്കിയിട്ട് ആരോടൊന്നില്ലാതെ അയാൾ പറഞ്ഞു. അവനെ താങ്ങുന്നത് അയാളാ. എതിരു നിന്നാൽ അയാളെയും അങ്ങ് തീർക്കും. വർക്കിച്ചനും ബാലചന്ദ്രനും മുഖത്തോട് മുഖം നോക്കി. അവർക്കൊന്നും മനസ്സിലായില്ല. അല്ല, ഇവിടെ നിന്ന് ആരെ തീർക്കുന്ന കാര്യമാ? മടിച്ചു വർക്കിച്ചൻ ചോദിച്ചു. അവനെ, ആ അക്ബറിനെ. അവൻ്റെ ചോരയ്ക്ക് വില പറഞ്ഞവർ കുറെ ഉണ്ടടോ. ഈ കേസ് അവന് വേണ്ടിയുള്ള കുരുക്കാണ്. ഇപ്പോൾ അത്രയും അറിഞ്ഞാൽ മതി.
ദേവരാജൻ എഴുന്നേറ്റ് മുണ്ടിന്റെ കോന്തല പൊക്കിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞു, ഞാനൊന്ന് മയങ്ങട്ടെ, നിങ്ങൾ ചെല്ല്. തിരക്കിട്ട് അകത്തേക്കു നടന്ന ദേവരാജനെ നോക്കിയ ശേഷം ബാലചന്ദ്രൻ വർക്കിച്ചനോട് ചോദിച്ചു, എന്തോന്നാടോ ഇതെല്ലാം? അയാൾ കൈമലർത്തി. ദീപകിന്റെ മുഖത്തേക്ക് നോക്കിയ അക്ബർ കണ്ടത് ഭയത്തിന്റെ അനുരണങ്ങളായിരുന്നു. ദീപു, എന്താണടോ? താൻ എന്തിനാണ് ആ ഫോൺ കോളിനെ ഭയപ്പെടുന്നത്? അതിലെന്തോ ഉണ്ടെന്നൊരു തോന്നൽ അക്ബർ. എന്ത്? എനിക്ക് വന്ന കോളുകളെല്ലാം താൻ കണ്ടതല്ലേ? ഇതേ മാനസിക സമ്മർദ്ദം എനിക്ക് തരാൻ വേണ്ടിയാണ് അയാൾ ആദ്യം എന്നെ 2 തവണ വിളിച്ചതും. എന്നെ ആ വഴിക്ക് കിട്ടുന്നില്ലെന്ന് കണ്ടപ്പോൾ അവർ കരുമാറ്റി കളിക്കുകയാണ്. ഇപ്പോൾ മാനസിക നില തെറ്റിത്തുടങ്ങിയത് അവർക്കാണ് ദീപു. ഇനി എനിക്ക് തോന്നിയ ഒരു കാര്യം ഞാൻ പറയട്ടെ. അക്ബർ പറഞ്ഞത് കേട്ട് ദീപക് അക്ബറിന്റെ മുഖത്തേക്ക് നോക്കി. അമല കേസുമായി പ്രത്യക്ഷത്തിൽ ബന്ധമുണ്ടെന്ന് വരുത്തി തീർക്കുകയും ഡോക്ടർ വെങ്കടേഷിനെയും ഇമ്മാനുവലിനെയും ഉപയോഗിക്കുകയുമാണ് അയാൾ ഇപ്പോൾ ചെയ്യുന്നത്. താൻ നോക്കിക്കോളൂ, അടുത്തു തന്നെ അവർ ഇരുവരും കൊല്ലപ്പെടും. ഒരു തവണ മരിച്ചതായി തെളിവുണ്ടാക്കിയത് കൊണ്ട് ഇനി അതൊരു വാർത്തയേ ആവില്ല. ഇതാണ് സംഭവിക്കുവാൻ പോകുന്നത്. ദീപക് അതിശയകരമായ ആ വാർത്ത കേട്ട് അക്ബറിന്റെ മുഖത്തേക്ക് നോക്കി. അപ്പോൾ എന്നെ വിളിച്ചത്? അക്ബർ ദീപകിനെ കണ്ണടച്ചു കാണിച്ചിട്ട് മുകളിലേക്ക് നോക്കി. അത് പോട്ടെ, താൻ ആ ഇമെയിൽ ഒന്ന് നോക്ക്, ദീപക് പറഞ്ഞു. അക്ബർ മൊബൈലെടുത്ത് മെയിൽ ബോക്സ് ചെക്ക് ചെയ്തു. ഓട്ടോപ്സി റിപ്പോർട്ട് എന്ന സബ്ജക്റ്റ് ചെയ്ത് ഒരു PDF ഫയൽ അറ്റാച്ച് ചെയ്ത മെയിലാണ് ദീപകിന്റെ ഐഡിയിൽ നിന്നും അക്ബറിന് വന്നിട്ടുണ്ടായിരുന്നത്. അക്ബർ അത് തുറന്നു. ഓട്ടോപ്സി റിപ്പോർട്ട്. മൂക്ക്, കവിൾ, പുരുകം, ചെവി എന്നിവയിലൂടെ രക്തം എല്ലാ ദിശകളിലേക്കും ഒഴുകി പരന്നിരുന്നു. കഴുത്തിന്റെ ചർമ്മത്തിലൂടെയും മറ്റ് ടിഷ്യൂകളിലൂടെയും കശേരുവിന് ആഴത്തിൽ ക്ഷതമേറ്റിരുന്നു. കൂടാതെ നെറ്റിയുടെ മുൻവശത്തെ ചർമ്മമുറിവുകൾ, ക്രൈക്കോയിഡ്, തരുണാസ്ഥിയിലൂടെ ശ്വാസനാളത്തിന്റെ താഴത്തെ ഭാഗത്ത് വായു കടന്നു പോകുന്ന ഭാഗത്തുള്ള ക്ഷതം. ഓരോ വരികളും വായിച്ച അക്ബറിന്റെ മുഖത്ത് മാറി മാറി വന്ന ഭാവങ്ങളിൽ ശ്രദ്ധ പതിപ്പിച്ചുകൊണ്ട് ദീപക് ചോദിച്ചു, എന്തു തോന്നുന്നു രാജാവേ? അക്ബർ മറുപടിയായി ഒന്ന് ചിരിച്ചു. എന്നിട്ട് പറഞ്ഞു, വഞ്ചി കരക്കണയുന്ന ലക്ഷണം കാണുന്നുണ്ട് രാജാവേ. അത്താഴം കഴിച്ചുകൊണ്ടിരുന്ന സമയത്ത് അക്ബറിനോട് റസിയ പറഞ്ഞു, അക്കു, ഇവിടെ ഇന്നൊരു സെയിൽസ്മാൻ വന്നു. ഞാൻ ഉമ്മയ്ക്ക് ഒരു സാധനം വാങ്ങിയിട്ടാ. എന്ത്? അതൊരു ചെറിയ ഡിവൈസാ, ഒരു ഷുഗർ നോക്കുന്ന മെഷീൻ. വല്ല ഡ്യൂപ്ലിക്കേറ്റ് കമ്പനിയുടേതുമാവും. എത്ര കൊടുത്തു? അതല്ലേ രസം. പോലീസുകാരൻ്റെ ബീവിയാണെന്ന് കേട്ടപ്പോൾ 500 രൂപ ഡിസ്കൗണ്ട് തന്നു. വലിയ കാര്യം. പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ വാങ്ങിത്തരുമായിരുന്നല്ലോ റസിയ. നല്ല മുതല. 10,000 വട്ടം പറഞ്ഞാലേ കേൾക്കൂ. ജോലിന്ന് ഒറ്റ വിചാരമേ ഉള്ളൂ. അല്ല മനുഷ്യ, നിങ്ങൾക്ക് ഈ വീട്ടിലെ എന്തെങ്കിലും കാര്യം അറിയാമോ? അക്ബർ മറുപടിയൊന്നും പറയാതെ ചിരിച്ചുകൊണ്ട് ആഹാരം കഴിച്ചുകൊണ്ടിരുന്നു. നിങ്ങളെ യൂണിഫോമിനെയാ നിക്കാഹ് ചെയ്തതാക്കൂ, റസിയ പറഞ്ഞു. എടോ, ഈ ജോലിയുടെ പ്രശ്നങ്ങൾ തനിക്കും അറിയാവുന്നതല്ലേ? പറഞ്ഞു എന്നേ ഉള്ളൂ. അക്ബർ എഴുന്നേറ്റ് കൈ കഴുകി തിരികെ വന്നു. റസിയ ഒരു ചെറിയ പാക്കറ്റ് അക്ബറിന്റെ നേർക്ക് നീട്ടിക്കൊണ്ട് പറഞ്ഞു, ദാ നോക്ക്, ഇതാ ഐറ്റം. അക്ബറിന്റെ സിരകളിൽ വെള്ളിടി വെട്ടി. ഡയോമേറ്റ്. അതെ, എന്തേ? ഒന്നുമില്ല. അയാൾക്ക് നിന്റെ ബ്ലഡ് സാമ്പിളും കൊടുത്തോ? അക്ബർ ആ ഉപകരണത്തിന്റെ പാക്കറ്റ് തിരിച്ചും മറിച്ചും നോക്കിക്കൊണ്ട് ചോദിച്ചു. പിന്നെ ഇത് ടെസ്റ്റ് ചെയ്യണ്ടേ? അയാളെ ഇനി കണ്ടാല് നീ അറിയുമോ? എന്താക്കൂ, എന്തെങ്കിലും? റസിയയുടെ മുഖഭാവം മാറി. അവൾ ഗൗരവത്തോട് ചോദിച്ചു, എന്താക്കൂ, എന്താടോ? ഒന്നുമില്ലടോ. തൻ്റെ ബ്ലഡ് ഗ്രൂപ്പ് ഏതാണെന്നാ പറഞ്ഞത്? അക്ബർ ചോദിച്ചു. അത് മറന്നോ? AB നെഗറ്റീവ്. AB നെഗറ്റീവ്? അപ്പോൾ അത് വന്നത് അവർ തന്നെ. അക്ബർ മന്ത്രിച്ചു. എടോ, താനാ വന്നവൻ്റെ ലക്ഷണങ്ങളൊക്കെ ഒന്ന് പറയ്, വേഗമാകട്ടെ, സമയമില്ല. കമോൺ, അക്ബർ ശബ്ദമുയർത്തിക്കൊണ്ട് പറഞ്ഞു. പെട്ടെന്നുണ്ടായ അക്ബറിന്റെ ഭാവമാറ്റം കണ്ട് റസിയ ഭയന്നു. എന്ത് പറ്റി? റസിയ ചോദിച്ചു. ഒന്നുമുണ്ടായിട്ടല്ല. വന്ന് അവൻ കുടുംബത്തിൽ കയറി കളിക്കാൻ തുടങ്ങിയോ എന്നൊരു... അക്ബർ ആത്മകഥം പോലെയാണ് അത് പറഞ്ഞതെങ്കിലും അയാളുടെ ശബ്ദത്തിലെ ആശങ്ക റസിയ തിരിച്ചറിഞ്ഞു. അവളെ അതുവരെ ഇല്ലാത്ത ഒരു ഭയം ഗ്രസിച്ചു തുടങ്ങിയിരുന്നു. റസിയ അക്ബറിന്റെ ചുമലിൽ കൈകൾ അമർത്തി. അവളുടെ മുഖം വിവർണമായി, കണ്ണുകൾ നിറഞ്ഞു തുളുമ്പി. അക്ബർ, അവൾ വിളിച്ചു. അക്ബർ ആ കൈ കൂട്ടിപ്പിടിച്ചുകൊണ്ട് അവളോട് പറഞ്ഞു, പേടിക്കാതടോ, ഞാനില്ലേ കൂടെ.
എൻ്റെ കുടുംബത്തിൽ കയറി ഒരുത്തനും ഒന്നും ചെയ്യാൻ പോണില്ല, ഈ അക്ബർ ജീവനോടെയുള്ള കാലം വരെ. അക്ബർ ആ ഉപകരണം തിരിച്ചും മറിച്ചും നോക്കി. ഡയോമേറ്റ്. അയാൾ മന്ത്രിച്ചു. റസിയ അയാളുടെ അടയാളങ്ങൾ അക്ബറിനോട് പറഞ്ഞത് മുഴുവൻ അക്ബർ റെക്കോർഡ് ചെയ്ത് ഇലുസ്ട്രേറ്റ് ചെയ്യുന്ന വിദഗ്ധന് അതേസമയം തന്നെ ഫോർവേഡ് ചെയ്തു. കമ്മീഷണർ മോഹൻ്റെ ഓഫീസ്. സർ, ഇന്നലെ ഒരു മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ് എൻ്റെ വീട്ടിൽ കച്ചവടം ചെയ്ത ഒരു ഗ്ലൂക്കോമീറ്റർ ഡിവൈസാണിത്. ഇതേ ഉപകരണം തന്നെ കൊല്ലപ്പെട്ട ശ്രേയ അടക്കം മറ്റ് 3 സ്ത്രീകളുടെയും വീടുകളിൽ നിന്നും കണ്ടെത്തിയിട്ടുണ്ട്. സാധാരണയായി രക്തത്തിൽ അടങ്ങിയിട്ടുള്ള ഗ്ലൂക്കോസ് കണ്ടെത്തുന്നതിനായി ഉപയോഗിക്കുന്ന ഈ ഗ്ലൂക്കോസ് സ്ട്രിപ്പുകൾ, ഇതിൽ മരിച്ച 3 പേരുടെയും രക്തം പതിഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണ് അവർ റെയർ ബ്ലഡ് ഗ്രൂപ്പാണെന്ന വിവരം കൊലപാതകിക്ക് ലഭിക്കുന്നത്. ഓരോ ടെസ്റ്റ് സ്ട്രിപ്പിലും ഗ്ലൂക്കോസ് ഓക്സിഡേസ് എന്ന എൻസൈം ഉണ്ട്. ഈ എൻസൈം രക്തസാമ്പിളിൽ ഗ്ലൂക്കോസുമായി പ്രതിപ്രവർത്തിച്ച് ഗ്ലൂക്കോണിൽ ആസിഡ് എന്ന ആസിഡ് സൃഷ്ടിക്കുന്നുണ്ട്. അതുവഴി അവരുടെ DNA വരെ കൊലപാതകിയുടെ കൈവശം എത്തിച്ചേർന്നു എന്ന് പറയുന്നതാവും ശരി. അത് അത്ര നല്ല സംഗതിയല്ല സാർ. മിക്ക ഗ്ലൂക്കോസ് മീറ്ററുകളും നിർമ്മിക്കുന്നത് ഇലക്ട്രോ കെമിക്കൽ സാങ്കേതിക വിദ്യയെ അടിസ്ഥാനമാക്കിയാണ്. അവ അളക്കുവാനാണ് ഇലക്ട്രോ കെമിക്കൽ ടെസ്റ്റ് സ്ട്രിപ്പുകൾ ഉപയോഗിക്കുന്നതും. പരിശോധിക്കേണ്ട രക്തത്തിൻ്റെ ഒരു ചെറിയ തുള്ളി ഡിസ്പോസിബിൾ ടെസ്റ്റ് സ്ട്രിപ്പിൽ ഇറ്റിക്കുകയാണല്ലോ നമ്മൾ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ വളരെ സിമ്പിളായി അവർക്ക് രക്തസാമ്പിളുകൾ ലഭിക്കുന്നു. സാമ്പിൾ ശേഖരണം നടത്തുവാൻ അവർ ഉപയോഗിക്കുന്ന സെയിൽസ്മാൻമാർക്ക് ഇതേപ്പറ്റി വലിയ ധാരണയൊന്നും ഉണ്ടാവാൻ വഴിയില്ല സാർ. വീടാന്തരം കയറി ഈ ഉപകരണം വിൽപ്പന നടത്തുകയും അതിനുശേഷം ഒറ്റയ്ക്ക് സ്ത്രീകൾ താമസിക്കുന്ന വീടുകൾ കണ്ടെത്തുകയും ചെയ്യുക എന്നത് മാത്രമാണ് അവർക്കുള്ള ടാസ്ക് എന്നാണ് എൻ്റെ നിഗമനം. അതിനിടയിൽ സാമ്പിളുകൾ കളക്ട് ചെയ്യുന്നത് മെഷീൻ പ്രവർത്തിക്കുന്നുണ്ടോ എന്ന് അറിയുവാൻ വേണ്ടിയാണെന്ന് പറഞ്ഞാണ്. ആ ആദ്യത്തെ ഡിസ്പോസിബിൾ സ്ട്രിപ്പ് അതവർ കളയാറില്ല. അതാണ് അവരുടെ കീ. ഇന്നലെ എൻ്റെ വീട്ടിൽ കച്ചവടം നടത്തിയവൻ്റെ രേഖാചിത്രം തയ്യാറാക്കിയിട്ടുണ്ട് സാർ. അത് ഞാൻ എല്ലാ സ്റ്റേഷനുകളിലേക്കും അയച്ചു കഴിഞ്ഞു. എന്തെങ്കിലും ഒരു തുമ്പ് കിട്ടാതിരിക്കില്ല എന്നാണ് എൻ്റെ വിശ്വാസം. നമ്മൾക്ക് അവനെ കിട്ടിയാൽ ഈ കളിയിൽ നാം പാതി ജയിച്ചു. പിന്നെ ദാ ഈ ഗ്ലൂക്കോമീറ്റർ ഡിവൈസിൻ്റെ ഡിസ്പ്ലേയുടെ പിന്നിലായി പ്ലാസ്റ്റിക് കൊണ്ട് നിർമ്മിച്ച ഭാഗത്ത് ദാ ഇവിടെയായി അടയാളപ്പെടുത്തിയ AP എന്ന അടയാളം. ഇത് നിർമ്മിച്ച ഐശ്വര്യ പ്ലാസ്റ്റിക് എന്ന ഒരു ലോക്കൽ പ്ലാസ്റ്റിക് കമ്പനിയുടെ പേരാണ്. കോയമ്പത്തൂരിൽ നിന്നും കയറ്റിക്കൊണ്ടുവരുന്ന പ്ലാസ്റ്റിക് സ്പെയർ പാർട്സ് കുന്തംകുളത്താണ് അസംബ്ലി ചെയ്യപ്പെടുന്നതെന്ന് അന്വേഷണത്തിലൂടെ മനസ്സിലായി. തമിഴ്നാട്ടിൽ നിന്നും എത്തുന്ന ഐശ്വര്യ പ്ലാസ്റ്റിക്കിൻ്റെ സ്പെയർ പാർട്സ് കൺസൈൻമെൻറ്റുകളെല്ലാം കുന്തംകുളത്തുള്ള ഒരു ഹനീഫ എന്നയാളുടെ പേരിലാണ് എത്തുന്നത്. പക്ഷേ ഈ ഡിവൈസിൻ്റെ ഡിസ്പ്ലേ നിർമ്മിക്കപ്പെടുന്നത് മുംബൈയിലാണ്. ആ പാഴ്സൽ റിസീവിങ്ങും ഹനീഫ തന്നെ. അക്ബർ പറഞ്ഞു. ആരാണത് ഈ ഹനീഫ? അയാളെ കസ്റ്റഡിയിലെടുക്ക്, ഒന്നും നോക്കണ്ട. മോഹൻ കൈ ചുരുട്ടി മേശപ്പുറത്ത് ഇടിച്ചുകൊണ്ട് പറഞ്ഞു. എടുക്കാം സാർ, ഉറപ്പായും. ഇനി മറ്റൊന്നുകൂടിയുണ്ട്. എന്താണ്? മോഹൻ ചോദിച്ചു. അത് ആ കൊല്ലപ്പെട്ട ശ്രേയയുടെ നഖത്തിനടിയിൽ നിന്നും കിട്ടിയ സ്കിൻ പോർഷൻ. അതിൻ്റെ DNA എക്സാമിനേഷൻ്റെ റിസൾട്ട് ലാബിൽ നിന്നും എത്തിയിട്ടുണ്ട്. അത് ഇമ്മാനുവലിൻ്റെയോ ഡോക്ടർ വെങ്കടേഷിൻ്റെതോ അല്ല, മറ്റൊരാളിൻ്റെതാണ്. ഞാൻ ഊഹിച്ചതുപോലെ തന്നെ അവർക്ക് മുകളിൽ ഒരാളുണ്ട് സാർ, ഒരു മാസ്റ്റർ ബ്രെയിൻ. അക്ബർ പറഞ്ഞു. തനിക്ക് എന്തെങ്കിലും സൂചന? മോഹൻ ചോദിച്ചു. പറയാം സാർ. അതിനു മുൻപ് നമ്മൾ ഹനീഫയെ കസ്റ്റഡിയിലെടുക്കുന്നു. അതാണ് ആദ്യം വേണ്ടത്. അപ്പോൾ റസിയയ്ക്ക് പ്രൊട്ടക്ഷൻ. അത് മറക്കണ്ട അക്ബർ, മോഹൻ പറഞ്ഞു. അക്ബർ മുകളിലേക്ക് നോക്കിയിട്ട് പറഞ്ഞു. അവനല്ലേ സാർ ഏറ്റവും വലിയ പ്രൊട്ടക്ടർ. അവിടുന്ന് കൊടുത്തോളും അവൾക്കുള്ള സുരക്ഷ. പിന്നെ ആ സോഡിയ കില്ലർ കത്തുകൾ ഡീകോഡ് ചെയ്ത് കഴിഞ്ഞു സാർ. അതിലെ ഉള്ളടക്കം വളരെ രസകരമാണ്. 3 സ്വഭാവത്തിലുള്ളവ. എന്താണ് പറയ്? മോഹൻ ജിജ്ഞാസയോടെ ചോദിച്ചു. ഒന്നാമത്തെ കത്തിലെ സന്ദേശം ഇതാണ്. The devil doesn't come to you with a red face and horns. He comes to you disguised as everything you have ever wanted. ഇത് ഇലുമിനാറ്റി സ്വാത്താൻ സേവാ വിഭാഗത്തിൻ്റെ ഒരു വാചകമാണ്. ഓസ്കാർ ഓലിക് ഐസ് എന്നയാൾ പറഞ്ഞ ഒരു വാചകം. ഇനി രണ്ടാമത്തെ കത്തിൻ്റെ ഉള്ളടക്കം. Embrace the light of power and fame. Success has come to you through the Illuminati. Face your destiny, for the light you seek is near. ഇത് പ്രശസ്തിയെ കുറിക്കുന്ന വാചകമാണ്. ഡോൺ ബിൻ അലിയുടെ വാചകം. ഇനി മൂന്നാമത്തെ കത്ത്.
അവസാനം കൊല്ലപ്പെട്ട ശ്രേയയുടെ ഡെഡ് ബോഡിയിൽ നിന്നും കിട്ടിയ കത്തിലെ ഉള്ളടക്കം ഇങ്ങനെയാണ്: 1213. അതെന്താ നമ്പറുകൾ? മോഹൻ ചോദിച്ചു. അക്ബർ പറഞ്ഞു. ഞാൻ പറയാം സാർ. അതായത് സാത്താൻ സേവക്കാരുടെ ഉടമ്പടികളിലും പൈശാചിക ആരാധനകളിലും 13 അംഗങ്ങളുണ്ട്. 12 സാധാരണ അംഗങ്ങളും ഒരു മഹാപുരോഹിതനും. ഇത് 12 ജുഡീഷ്യറികളുടെയും ഒരു ജഡ്ജിയുടെയും. അപ്പോൾ ആകെ 13ന്റെ മീറ്റിംഗ് ആണ്. ലോകത്തെ നയിക്കുന്ന 13 ഉയർന്ന നിഗൂഢ കുടുംബങ്ങളുണ്ട് എന്നാണ് അവരുടെ അവകാശവാദം. അതാണ് ആ നമ്പറുകളുടെ പിന്നിലെ രഹസ്യം. മോഹൻ ചോദിച്ചു. എന്താണ് തൻ്റെ നിഗമനം? അത് പറയൂ. ഇതിനൊരു കൺക്ലൂഷൻ വേണ്ടേ അക്ബർ? വേണം സാർ. വാസ്തവത്തിൽ യാതൊരു പിടിയും തരാത്ത ഒരു കേസായിരുന്നു ഇത് ഇന്നലെ വരെ. പക്ഷേ ഈ കേസിലെ പല സൂചനകളും നമ്മളെ നന്നായി കബളിപ്പിക്കുന്ന തരത്തിൽ ഫാബ്രിക്കേറ്റ് ചെയ്തതായിരുന്നു. അതായത് നല്ലതുപോലെ തല പുകച്ചാണ് അയാൾ നമ്മൾക്ക് ഓരോ തെളിവുകളും തന്നു പോയിരുന്നത്. എന്നാൽ ഇനി അങ്ങോട്ട് അതുണ്ടാവില്ല സാർ. മോഹൻ ചോദ്യഭാവത്തിൽ അക്ബറിനെ നോക്കി. അതെന്താണെന്ന് വെച്ചാൽ ഈ കൊലകളെല്ലാം ചെയ്ത ആളിനെ പറ്റിയുള്ള ഏകദേശ രൂപം എനിക്കുണ്ടെന്ന് അയാളും മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുന്നു. എങ്കിലത് ആരാണെന്ന് വ്യക്തമാക്കിക്കൂടെ അക്ബർ? ഉറപ്പായും സാർ, ഞാനത് ചെയ്യാം. നാളെ മുഖ്യമന്ത്രിയുടെയും IG-യുടെയും ആഭ്യന്തരമന്ത്രിയുടെയും സാന്നിധ്യത്തിൽ ഇന്നത്തെ രാവും പകലും എനിക്ക് നിർണായകമാണ്. ഞാനും തങ്കച്ചനും അറുമുഖവും ഹനീഫയെ തേടി പോവുകയാണ്. ആ കൺസൈൻമെൻറ്റുകൾ അയാൾ ആർക്കു വേണ്ടി റിസീവ് ചെയ്തു എന്ന് എനിക്കറിയണം. അവസാനത്തെ പൂട്ടാണത്. ഓൾ ദ ബെസ്റ്റ് അക്ബർ, മോഹൻ പറഞ്ഞു. സാർ. അക്ബർ മോഹനെ അഭിവാദ്യം ചെയ്ത് പുറത്തേക്ക് കടന്നു. പോലീസ് വാഹനത്തിന്റെ ചക്രങ്ങൾ അതിവേഗം ചലിച്ചു. ഓടുന്ന വാഹനത്തിലിരുന്ന് അക്ബറും തങ്കച്ചനും അറുമുഖവും തങ്ങളുടെ ഗെയിം പ്ലാൻ തയ്യാറാക്കുകയായിരുന്നു. കുന്തംകുളത്തെ പഴയ ചില കടമുറികൾ കണ്ടാണ് അക്ബർ വണ്ടി നിർത്തുവാൻ ആവശ്യപ്പെട്ടത്. പുറത്തിറങ്ങി തിരിക്കുവാൻ അറുമുഖത്തിനെയാണ് അക്ബർ ഉപയോഗിച്ചത്. അറുമുഖം പുറത്തിറങ്ങി പാതി തമിഴ് കലർന്ന മലയാളത്തിൽ ഹനീഫ എന്നൊരാളിനെ പറ്റിയും ഐശ്വര്യ പ്ലാസ്റ്റിക് എന്ന കമ്പനിയെപ്പറ്റിയും അന്വേഷണം നടത്തി. ഏതാനും നിമിഷങ്ങൾക്കകം അറുമുഖം വന്ന് വണ്ടിയിൽ കയറി. തലൈവ കിടച്ചാച്ച് എന്ന് പറഞ്ഞു. തങ്കച്ചൻ വണ്ടിയെടുത്തു. പെരുമ്പാമ്പിനെ പോലെ വളഞ്ഞു പുളഞ്ഞ് നീണ്ടുകിടന്ന ടാർട്ട റോഡിലൂടെ മുന്നോട്ട് നീങ്ങിയ വാഹനം അറുമുഖത്തിന്റെ നിർദ്ദേശമനുസരിച്ച് റബ്ബർ മരങ്ങൾ ഇടതൂർന്നു വളർന്ന ഒരിടത്തു നിന്നും മരങ്ങളുടെ നടുവിലൂടെയുള്ള ഇടുങ്ങിയ ഒരു ചെമ്മൺ പാതയിലേക്ക് കടന്നു. ഏതാണ്ട് 5 മിനിറ്റ് ആ പാതയിലൂടെ വാഹനമോട്ടിച്ച അവർ എത്തിച്ചേർന്നത് ഇഷ്ടിക കെട്ടി സിമന്റ് തേക്കാത്ത ഓടിട്ട പഴയ ഒരു നെടുനീളൻ കെട്ടിടത്തിന്റെ മുറ്റത്താണ്. ആ തോട്ടത്തിന്റെ നടുവിൽ അങ്ങനെ ഒരു സ്ഥാപനം മറഞ്ഞിരിക്കുന്നത് അധികമാർക്കും പുറമേ നിന്നും നോക്കിയാൽ മനസ്സിലാവില്ല എന്നതാണ് സത്യം. ആ കെട്ടിടത്തിന് പ്രത്യേകിച്ച് ബോർഡൊന്നും ഉണ്ടായിരുന്നില്ല. അകത്ത് ഏതാനും സ്ത്രീകൾ ചില പ്ലാസ്റ്റിക് സ്പെയർ പാർട്ടുകൾ കൈയടക്കത്തോടെ ചേർന്ന് യോജിപ്പിക്കുന്നുണ്ട്. അക്ബർ അറുമുഖത്തെയും തങ്കച്ചനെയും നോക്കി. അവർ അർത്ഥം വെച്ചൊന്ന് ചിരിച്ചു. 3 പേർ അവിടേക്ക് കടന്നു വന്നതൊന്നും സ്ത്രീകൾ അറിഞ്ഞിട്ടേയില്ല. തങ്കച്ചൻ മുരടനക്കി. സ്ത്രീകളിൽ ഒരാൾ മെല്ലെ മുഖമുയർത്തി. എന്താ എന്ന് ആംഗ്യം കാണിച്ചു. തങ്കച്ചൻ ചോദിച്ചു. ആരാണി ഹനീഫ? ആ സ്ത്രീ മെല്ലെ അകത്തേക്ക് നോക്കി. എന്നിട്ട് തൻ്റെ ജോലി തുടർന്നു. അവർ നോക്കിയ ഭാഗത്തേക്ക് മൂവരും നോക്കി. അതൊരു ചെറിയ മുറിയുടെ വാതിലായിരുന്നു. കതകുണ്ടായിരുന്നില്ല. വാതിൽ മാത്രമാണ് ഉണ്ടായിരുന്നത്. അക്ബർ അവിടേക്ക് ചെന്നു. അകത്ത് വെട്ടമൊന്നും ഉണ്ടായിരുന്നില്ല. അക്ബർ മുരടനക്കി. ആരാ അത്? അകത്തു നിന്നും ഒരു ശബ്ദം പുറത്തേക്ക് വന്നു. ഞങ്ങൾ കുറച്ച് ദൂരെ നിന്നാണ്. ഒരു ഗ്ലൂക്കോമീറ്റർ കമ്പനി തുടങ്ങുന്നതിൻ്റെ ആവശ്യത്തിനാണേ. അക്ബർ അല്പം വിധേയത്വം അഭിനയിച്ച് പറഞ്ഞു. നേരിയൊരു ശബ്ദം അടുത്തേക്ക് വരും പോലെ അക്ബറിന് തോന്നി. ഇരുട്ടുമുറിയിൽ നിന്നും ആ വലിയ ഹാളിന്റെ വെളിച്ചത്തിലേക്ക് ഒരു വീൽചെയർ ഉരുണ്ടു വന്നു നിന്നു. അതിലൊരു മധ്യവയസ്കൻ ഇരിപ്പുണ്ടായിരുന്നു. അക്ബറിന്റെ കണ്ണുകൾ അയാളെ അടിമുടിയൊഴിഞ്ഞു. ആ മനുഷ്യന് 2 കാലുകളും ഉണ്ടായിരുന്നില്ല. മുട്ടിന് മുകളിൽ വെച്ച് അവ മുറിച്ചു നീക്കിയിരുന്നു. എന്താണ് വേണ്ടത്? അയാൾ അക്ബറിനോട് ചോദിച്ചു. ഈ ഹനീഫ? അക്ബർ അയാളുടെ മുഖത്തേക്ക് നോക്കി. അതെ, ഞാനാണ്. നിങ്ങൾക്ക് എന്നെക്കൊണ്ട് എന്ത് സഹായമാണ് വേണ്ടത്? ഗ്ലൂക്കോമീറ്റർ. ഡയോമേഡ് കമ്പനിയുടെ ഗ്ലൂക്കോമീറ്റർ പോലെ ഒന്ന്, അക്ബർ പറഞ്ഞു. മറുപടിയായി അയാളൊന്ന് ചിരിച്ചു. യൂണിഫോം ഇല്ലായിരുന്ന മൂവരെയും നോക്കി ഹനീഫ തിരിച്ചു ചോദിച്ചു. പോലീസാണല്ലേ?